സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. തേർഡ് റാങ്ക് ഹോൾഡർ എണീറ്റ് പോകുന്നു. ഞാനായിരുന്നു തേർഡ് റാങ്ക്. പൊന്നൂസിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം പേര് ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ വാലിഡിറ്റിയെ കുറിച്ചിട്ടും വേറെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത കോഴ്സാണെന്ന് പറഞ്ഞ് ഇതുപോലെ നടത്തുന്ന പാരാമെഡിക്കൽ കോഴ്സസ് TTC ഉൾപ്പെടെയുള്ള പല കോഴ്സുകളിലും ധാരാളം പേര് ചേർന്ന് പഠിക്കുന്നുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ ജോലി കിട്ടും എന്ന ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഇവർ ഇതൊക്കെ പഠിക്കുന്നത്. പലരോടും അന്വേഷിച്ചപ്പോഴേക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞത് ഇതുപോലെ ഉള്ള സർട്ടിഫിക്കറ്റ്സൊക്കെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. വാല്യൂ ഇല്ലാത്ത കോഴ്സ് ആരും ചെയ്യാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ BEd MEd ഒക്കെ കഴിഞ്ഞ് പലരും 4000 5000 ഒക്കെ ശമ്പളം കിട്ടുന്ന ജോലിക്കൊക്കെ പോകാനായിട്ട് നിർബന്ധിതരാകുകയാണ്. ഇതുപോലെയുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൂണുകൾ പോലെ എല്ലായിടത്തും പൊട്ടി മുളയ്ക്കുന്നുണ്ട്. ഇക്കാലത്ത് ഇത് വളരെ നല്ലൊരു ബിസിനസ്സായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തുവാനായിട്ട് പറ്റില്ല. ഒരുപാട് ജെനുവിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും ധാരാളം ഉണ്ട്. അതുപോലെ ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് ചിലർക്കൊക്കെ തുച്ഛമായിട്ടുള്ള ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെയാണ് കിട്ടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 1ാം റാങ്ക് കിട്ടിയവർക്ക് പോലും ജോലിയില്ലാത്ത അവസ്ഥയെക്കുറിച്ചിട്ടും കേൾക്കുന്നുണ്ട്. ധാരാളം പേര് ഇതുപോലെയുള്ള കോഴ്സൊക്കെ പഠിച്ചിട്ട് സമയവും കാശുമൊക്കെ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്സിന് ഒരു വാലിഡിറ്റി ഇല്ല, ഒരു വിലയുമില്ല. ഇത് വെച്ചിട്ടൊന്നും അവിടെ യാതൊരു തൊഴിൽ സാധ്യതയും ഇല്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റ്സൊക്കെ വാങ്ങി വലിയ സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കുന്ന പലർക്കും വെരിഫിക്കേഷൻ ടൈമിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഒന്നും വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഔട്ടായിട്ട് പുറത്തോട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഈ വെരിഫിക്കേഷനൊക്കെ ചെയ്തിട്ടാണ് ആളുകളെയൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. കാരണം ഇൻ്റർവ്യൂവിൽ പാസ്സാകാനുള്ള അറിവോ കാര്യങ്ങളോ കൊണ്ടൊന്നും ആയില്ല. ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഏജൻസികൾ അത് പരിശോധിച്ചിട്ട് ജെനുവിനാണ് എന്നുള്ളൊരു ഇത് തന്നാലേ അവരത് വെരിഫിക്കേഷൻ ചെയ്തിട്ട് സക്സസ് ആയാൽ മാത്രമേ ഈ കാൻഡിഡേറ്റ്സിനൊക്കെ ജോലി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ പിന്നെ ഇവിടെയൊക്കെ പഠിച്ച് പാസ്സായ കുറേ പേരെങ്കിലും ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കാനും പോകുന്നുണ്ട്. വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ടീച്ചേഴ്സാണ് ഭൂരിപക്ഷവും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഒരുപാട് പേര് ചതിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ പഠിച്ചിട്ട്. പലരും വീട്ടിലത്തെ പല ബുദ്ധിമുട്ടുകളും കാരണം ഇവിടെയൊക്കെ ചേർന്ന് പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കോഴ്സുകളിലൊക്കെ ചേരുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വെരിഫിക്കേഷൻ സിസ്റ്റമാണ് ഒരു ജോബ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും സാധാരണയായിട്ട് നോക്കുന്നത്. മാസങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ ജോലി തരുന്ന സ്ഥാപനങ്ങളൊക്കെ ഇതിൻ്റെ കോപ്പികളൊക്കെ വെരിഫിക്കേഷൻ ഏജൻസികളെ കൊണ്ട് ചെക്ക് ചെയ്യിച്ച് അത് പരിശോധിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ ജോലി കിട്ടാറുള്ളൂ. പിന്നെ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ചെറിയ രീതിയിലും ശമ്പളത്തിലൊക്കെ ജോലി കിട്ടാനൊക്കെ ഇതൊക്കെ മതിയാകും. പക്ഷേ എയിംസ് പോലെയൊക്കെ വലിയ സ്ഥാപനങ്ങൾ, പല പല മെഡിക്കൽ കോളേജസ് അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ എൻട്രൻസ് ഒക്കെ വെച്ച് പാരാമെഡിക്കൽ കോഴ്സസൊക്കെ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇത് മെഡിക്കൽ സയൻസ് എഡ്യൂക്കേഷൻ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ഡിഗ്രി ലെവൽ പല തരത്തിലും കോഴ്സസ് ഉണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സസൊക്കെ സാധാരണ 1 വർഷമൊക്കെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ. ഡിപ്ലോമ കോഴ്സൊക്കെ ആണെങ്കിൽ 2 മുതൽ 3 വർഷം വരെ ആയിരിക്കും അതിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ അതിന് പകരം ഈ സ്ഥാപനങ്ങളൊക്കെ ഞാൻ കേട്ടിടത്തോളം 3 മാസവും 6 മാസവും ഒക്കെ കൊണ്ടാണ് കുട്ടികളെ പഠിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഈ ഒരു നല്ല രീതിയിലൊരു എക്സ്പീരിയൻസോ പരിശീലനമോ ഒക്കെ ഇല്ലാതെ ഇതൊക്കെ പഠിച്ചാലും ജോലി ചെയ്യുന്ന വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജോലി കിട്ടാനായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാറില്ല. സാധാരണ വലിയ ഹോസ്പിറ്റൽസും ഒക്കെയും തന്നെ എൻട്രൻസ് എക്സാമൊക്കെ നടത്തിയിട്ടാണ് ഇതിന് അഡ്മിഷൻ കൊടുക്കാറുള്ളത്.
അപ്പോൾ തന്നെ ഇതിൻ്റെ ഗൗരവം, ഈ കോഴ്സിൻ്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെ സാധാരണ പെട്ടിക്കട പോലെയുള്ള ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ചിട്ടല്ല ഇതിലൊക്കെ ക്വാളിഫൈഡ് ആകേണ്ടത്. നിങ്ങൾക്കൊരു നല്ല കരിയർ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നല്ല ഉയർന്ന ശമ്പളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചേർന്ന് പഠിച്ചാലേ അതൊക്കെ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഒരുപാട് പേരാണ് BSS പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അതിനൊന്നും വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും വ്യാജ പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് ജോലിക്ക് കയറാൻ പലരും ശ്രമിക്കാറുമുണ്ട്. സ്വകാര്യ മേഖലയിലാണ് പലരും ജോലിക്ക് കയറുന്നത്. അങ്ങനെ കയറിയാൽ തന്നെയും അത് ആരോഗ്യ മേഖലകളിലൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം ഈ വ്യാജ സ്ഥാപനങ്ങളും ഈ കോഴ്സുകളുമൊക്കെ പഠിച്ച് ശരിയായിട്ടുള്ളൊരു അറിവില്ലാതെ ഈ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനത്തെ ഇതായിട്ട് വരുന്ന ടെക്നീഷ്യൻസിനെ ആളുകളൊക്കെ വിശ്വസിച്ചാണ് ഒരു ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു രോഗിക്ക് ചികിത്സ നിർണ്ണയിക്കുന്നതും മരുന്നുകൾ കൊടുക്കുന്നതുമൊക്കെ. അപ്പോൾ അതിന് അടിസ്ഥാനം തന്നെ ഇല്ലാത്തവരൊക്കെ ഈ ജോലികളിലൊക്കെ കയറിയാൽ പിന്നെ ആരോഗ്യ മേഖല തന്നെ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിച്ചിട്ടൊക്കെ വരുന്നവർക്ക് വലിയ ഇതിൽ ഹോസ്പിറ്റൽസിലും സ്ഥാപനങ്ങളിലൊന്നും ജോലി നൽകാതിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എനിക്ക് BSSനെ പറ്റി ആധികാരികമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. പലരും എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഏതൊരു ടെസ്റ്റിനും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറും പ്രോട്ടോക്കോളും ഒക്കെ ഉണ്ട്. ഇതൊന്നും പലർക്കും കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ നല്ല വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഡെപ്തിലുള്ള നോളജൊക്കെ ഉണ്ടാകുകയുള്ളൂ. പിന്നെ വ്യാജ സ്ഥാപനങ്ങളെയും കോഴ്സുകളെയും ഒക്കെ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാതിയും വ്യാപകമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ പാരാമെഡിക്കൽ കോഴ്സ് വന്നിട്ട് ഇന്ന് വളരെ നല്ലൊരു രീതിയിൽ ജോലി തരുന്ന ഒരു വലിയൊരു മേഖലയാണ് ഇപ്പോൾ. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും പാരാമെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ അവസരങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പാരാമെഡിക്കലുകൾ നമ്മൾക്കറിയാവുന്നതുപോലെ ഒരു രോഗത്തിൻ്റെ കൃത്യമായ രോഗനിർണയത്തിൽ എത്തിച്ചേരുന്നതിന് അതിന് സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ചികിത്സ അനുവദിക്കുന്നതിന് ഡോക്ടർമാർക്ക് സഹായം നൽകുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും പാരാമെഡിക്കൽ സ്ട്രീമുകളിലെ അടിസ്ഥാന കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നഴ്സിംഗ്, ഹോം ഹോസ്പിറ്റൽ, ക്ലിനിക്കുകൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ലെക്ചററായിട്ട് ജോലിയെടുക്കാം. കൂടാതെ നിങ്ങൾക്ക് സ്വതന്ത്രമായി ലബോറട്ടറികളും ക്ലിനിക്കുകളും ഒക്കെ തുറക്കാനായിട്ട് സാധിക്കും. പാരാമെഡിക്കൽ സ്ട്രീമുകളുടെ തൊഴിൽ സാധ്യതകൾ അങ്ങനെ വ്യത്യസ്തമാണ്. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പാരാമെഡിക്കനാകാൻ ഒരു പാരാമെഡിക്കൽ കോഴ്സ് പിന്തുടരുന്നത് നിങ്ങൾക്കൊരു നല്ല തിരഞ്ഞെടുപ്പാണെന്ന് തെളിയിക്കാനാകും. ഈ വ്യവസായത്തിലെ കരിയറും വളർച്ചാ അവസരങ്ങളും ഇതിനെ ലാഭകരമായിട്ടുള്ള ഒരു ഓപ്ഷനാക്കിയിട്ട് മാറ്റുന്നു. +2 വിജയത്തിന് ശേഷം മികച്ച കരിയർ തിരഞ്ഞെടുക്കുവാനായിട്ട് വിദ്യാർത്ഥികളെ സഹായിക്കുന്ന പ്രോഗ്രാമുകളാണ് ഫാർമസി, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സ് തുടങ്ങിയവ. സർക്കാർ കോളേജുകൾ, സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകൾ, 50% സീറ്റുകൾ സർക്കാരിന് അലോട്ട്മെൻറ്റ് നടത്താൻ വിട്ടു നൽകുന്ന സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ എന്നിവയാണ് അലോട്ട്മെൻറ്റ് പ്രക്രിയകളിൽ ഉൾപ്പെടുന്നത്. ന്യൂനപക്ഷ പദവിയുള്ള സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലെ ഗവൺമെൻറ് സീറ്റിലെ 20% മെറിറ്റ് അടിസ്ഥാനത്തിൽ ആ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുമുള്ള അപേക്ഷകർക്ക് അനുവദിക്കുന്നുമുണ്ട്. ഇനി അവസാനമായിട്ട് എങ്ങനെ നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് വ്യാജമാണോ എന്നറിയാം. സാധാരണ രീതിയിൽ ഈ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സസൊക്കെ എൻട്രൻസൊക്കെ എഴുതിയിട്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പൊതുവെ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഈ പ്രൈവറ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ ആശ്രയിക്കുന്നവർക്ക് അത് വ്യാജമാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആധികാരികത മനസ്സിലാക്കുവാൻ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങൾ, അതായത് രാജസ്ഥാൻ, അരുണാചൽ, പിന്നെ സിക്കിം, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, അതുപോലെ പല സ്ഥലങ്ങളിലും ഉള്ള യൂണിവേഴ്സിറ്റികളുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ പേരിലൊക്കെയാണ് ഈ പാരാമെഡിക്കൽ കോഴ്സസൊക്കെ നടത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഈ യൂണിവേഴ്സിറ്റികളെയൊക്കെ ബന്ധപ്പെടുത്തി ഇവർ നൽകുന്ന സർട്ടിഫിക്കറ്റ്സ് ഒരുപക്ഷെ ആ യൂണിവേഴ്സിറ്റി പോലും അറിയാതെ ആയിരിക്കും ഇതൊക്കെ ഇവർ ചെയ്യുന്നത്. പിന്നീടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ UGC അപ്രൂവ്ഡ് എന്നൊക്കെ അടിച്ചു തരാറുണ്ട്. ഒരിക്കലും UGC ഇങ്ങനെ പാരാമെഡിക്കൽ കോഴ്സസിന് അപ്രൂവലൊന്നും അടിച്ച് നൽകാറില്ല. അത്
UGCക്ക് അതിന് അർഹതയില്ലാത്തതാണ് അതിൻ്റെ കാരണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ അപ്രൂവൽ ഉണ്ടോ ആ സ്ഥാപനത്തിന് എന്ന് അന്വേഷിക്കുക. അപ്രൂവൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാൻ പറയുന്നതിന് പോലും കുഴപ്പമില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയും പിന്നെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയവുമാണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. അതുകൊണ്ട് വളരെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് സ്ഥാപനത്തിൻ്റെ ആധികാരികത നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ധാരാളം പേര് ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾക്ക് പിന്നെയും കാണാം.